ഡാറ എന്ന ഒരു കളിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നൈജീരിയയിലെ പരമ്പരാഗതമായ കളിയാണ്. ഈ കളിക്ക് വേണ്ടത് ഒരു കളവും പിന്നെ കരിക്കളുമാണ്. ആ കളമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. 1 2 3 4 5 6 സമചതുരങ്ങൾ ഇങ്ങനെയും 1 2 3 4 5 5 സമചതുരങ്ങൾ ഇങ്ങനെയും ആകെ 30 സമചതുരങ്ങൾ. അതാണ് കളം. പിന്നെ വേണ്ടത് കരുക്കളാണ്. രണ്ടുപേർ തമ്മിലുള്ള ഈ മത്സരത്തിൽ ഓരോ കളിക്കാരനും ഉപയോഗിക്കുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 കരുക്കൾ വീതമാണ്. എന്താണ് കളി? ഈ കരുക്കൾ ഓരോന്നും പരസ്പരം വെട്ടി വെട്ടി മാറ്റുക എന്നതാണ് കളി. അങ്ങനെ വെട്ടിമാറ്റി എതിർ കളിക്കാരൻ്റെ 2 കരുക്കൾ എത്തുന്നവരെ വെട്ടിമാറ്റുക. അങ്ങനെ വെട്ടിമാറ്റിയാൽ ആരുടെ കരുക്കളാണോ 2ലേക്ക് ചുരുങ്ങിയത് അയാൾ പരാജയപ്പെട്ടു. ഇങ്ങനെ കരുക്കൾ വെട്ടിമാറ്റാനുള്ള നിയമം എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു കളിക്കാരന് ആദ്യമായിട്ട് ഒരു കരു ഇതിൽ വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇതാ, ഇത് 5 രൂപ നാണയക്കാരൻ്റെ കരുക്കളാണ്. അയാൾ ഒരു 5 രൂപ നാണയം ഇവിടെ വെച്ചു. ഇനി ആര് വെക്കണം? ഇതാ 1 രൂപ നാണയക്കാരൻ ഇവിടെ എവിടെയെങ്കിലും വെക്കാം. ഇതല്ലാത്ത മറ്റേത് കളത്തിലും വെക്കാം. ഇവിടെ വെച്ചു. വീണ്ടും 5 രൂപ നാണയക്കാരൻ്റെ അവസരമാണ്. അയാൾ അത് ഇവിടെ വെച്ചു. 1 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. ഇങ്ങനെ ഇവരുടെ കരുക്കൾ പരസ്പരം ഇതിനകത്ത് വെക്കുകയാണ്. 12 12 24 കരുക്കൾ പൂർണ്ണമായും വെച്ച ശേഷമാണ് കളി ആരംഭിക്കുന്നത് എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ കരുക്കൾ വളരെ ബുദ്ധിപൂർവം വെക്കുക എന്നതും കളിയുടെ ഭാഗം തന്നെയാണ്. എവിടെയെങ്കിലും വെക്കലല്ല. എതിർ കളിക്കാരൻ്റെ കരുക്കൾ വെട്ടണമെങ്കിൽ എപ്പോഴാണ് സാധിക്കുക എന്നറിയോ? ഈ കരുക്കൾ, അതായത് ഇത് 5 രൂപ നാണയക്കാരൻ്റെ കരുക്കൾ ഒരു വരിയിൽ 3 എണ്ണം വന്നു കഴിഞ്ഞാൽ എതിർ കളിക്കാരൻ്റെ ഒരു നാണയം വെട്ടിമാറ്റാം. അപ്പോൾ ഈ കളിക്കാർ ഈ നാണയങ്ങൾ വിന്യസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നീക്കം തുടങ്ങുമ്പോൾ എതിർ കളിക്കാരൻ്റെ കരുക്കൾ ഒരു വരിയിൽ 3 വരാതിരിക്കുകയും തൻ്റെ കരുക്കൾ ഒരു വരിയിൽ 3 വരാനുള്ള സാധ്യത ഉണ്ടാക്കിക്കൊണ്ടാണ്, അത്രയും ആലോചിച്ചാണ് 2 കളിക്കാരും അവരവരുടെ കരുക്കൾ ഇതിൽ വയ്ക്കേണ്ടത്. 5 രൂപ നാണയക്കാരൻ ഒരു കരു ഇവിടെ കൊണ്ടുവച്ചു. 1 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. 5 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. 1 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. ഇങ്ങോട്ടേക്ക് 3 എണ്ണം വരാതിരിക്കാൻ വേണ്ടി. 5 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. കാരണം അയാൾക്ക് ഇവിടേക്ക് നീക്കിക്കഴിഞ്ഞാൽ 3 നാണയം കിട്ടും. 1 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. 5 രൂപ നാണയക്കാരൻ ഇവിടെ 3ാമത് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചു. 1 രൂപ നാണയക്കാരൻ ഇവിടെ വെക്കാനുള്ള സൗകര്യത്തിന് ഒന്ന് ഇവിടെ വെച്ചു. ഇതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് 5 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. 1 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു. ഇവിടെ വെക്കാനുള്ള സൗകര്യത്തിന് 1 രൂപ നാണയക്കാരൻ അത് ബ്ലോക്കാക്കി ഇവിടെ വെച്ചു. 5 രൂപ നാണയക്കാരൻ ഒരു കോയിൻ ഇവിടെ വെച്ചു. ഇപ്പോൾ ഇയാൾക്ക് ഇവിടെയും 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 ഒന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെയും വെക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ 1 രൂപ നാണയക്കാരൻ ഇവിടെ കൊണ്ടുവച്ചു. കാരണം ഒരു അവസരം കിട്ടുമ്പോൾ ഒരു നാണയം ഇവിടെ നീക്കി അവിടെ ഒരു വരിയിൽ 3 എണ്ണം വെക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയ ആ 5 രൂപ നാണയക്കാരൻ അത് ബ്ലോക്കാക്കി. ഇനി 5 രൂപ നാണയക്കാരന് ഇവിടെയും ഇവിടെയും ഓരോ കോയിൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു വരിയിൽ 3 ആയി. അത് മനസ്സിലാക്കിയ 1 രൂപ നാണയക്കാരൻ ഇവിടെ ഇത് ബ്ലോക്ക് ചെയ്തു. ഒരേ സമയം 2 എണ്ണം ബ്ലോക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ ഇവിടെ തൽക്കാലം അത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ 5 രൂപ നാണയക്കാരൻ
ഇവിടെ കൊണ്ടുവച്ചു, ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന്. പക്ഷേ 1 രൂപ നാണയക്കാരൻ ഇത് ഇങ്ങോട്ടേക്ക് താഴ്ത്തി ഒരു വരിയിൽ 3 വെക്കാനുള്ള സാധ്യത വെച്ചുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തു, ഇവിടെ വെച്ചു. ഇനി 5 രൂപ നാണയക്കാരൻ ഇവിടെ വെച്ചു, ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ, അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചു. 5 രൂപ നാണയക്കാരൻ വീണ്ടും ഇവിടെ വെച്ചു, കാരണം ഇത് നീക്കി ഒരു വരിയിൽ 3 വെക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയ 1 രൂപ നാണയക്കാരൻ അതിനെ ബ്ലോക്ക് ചെയ്തു, ഇവിടെ വെച്ചു. ഇനി 5 രൂപ നാണയക്കാരൻ വീണ്ടും അത് ഇവിടെ വെച്ചു. 1 രൂപ നാണയക്കാരൻ അത് ഇവിടെ ബ്ലോക്കാക്കി. 1 2 3 4 5 6 7 8 9 10 11 ഏതോ ഒരു നീക്കം മിസ്സായിട്ടുണ്ട്. തൽക്കാലം അത് ഇവിടെ എവിടെയെങ്കിലും വെക്കുകയാണ്. ഇപ്പോൾ 2 ടീമും കൂടി 24 കരുക്കളും വെച്ചു കഴിഞ്ഞു. ഇനി അവസാനം വെച്ചത് 1 രൂപ നാണയക്കാരനാണ്. ഇനി കളി ആരംഭിക്കുന്നത് 5 രൂപ നാണയക്കാരനാണ്. അയാൾ ആലോചിക്കുന്നത് ഒരു വരിയിൽ 3 ആകുന്ന വിധത്തിൽ തൻ്റെ നാണയം ഇനി എന്ത് ചെയ്യുമെന്നാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ 2 നാണയമുണ്ട്, ഒരു നാണയം ഇവിടെയുമുണ്ട്. ഇങ്ങോട്ട് കയറ്റിയാൽ ഒരു വരിയിൽ 3 വന്നു കഴിഞ്ഞു. ഇവിടെ ഈ നാണയത്തിൻ്റെ കൂടെ ഇതും കൂടെ ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വരിയിൽ 3 വരും. അതുകൊണ്ട് ഇത് അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇത് വെട്ടിയെടുത്തു. ഇനി 1 രൂപ നാണയക്കാരൻ്റെ അവസരമാണ്. ഇതിപ്പം 5 രൂപ നാണയക്കാരനാണ് ഇവിടെ ഇപ്പം നീക്കി വെച്ചത്, എന്നിട്ട് 1 രൂപ നാണയം വെട്ടിക്കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത വെച്ചുകൊണ്ട് ഇത് തൽക്കാലം ഇങ്ങോട്ടേക്ക് നീക്കി. അങ്ങനെ നീക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു, ഇവിടെ 2 ഉണ്ട്. ഓൾറെഡി ഇത് ഇങ്ങോട്ടേക്ക് പോയി, ഒരു വരിയിൽ 3 വന്നു. ഇത് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത വെച്ചുകൊണ്ട് അതിനെ വീണ്ടും വെട്ടിയെടുത്തു. ഇനി 1 രൂപ നാണയക്കാരൻ്റെ കളിയാണ്. ഇപ്പോൾ 2 വെട്ടിയത് 1 രൂപ നാണയമാണ്, 5 രൂപ നാണയക്കാരനാണ് വെട്ടിയത്. ഇത് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വീണ്ടും ഒരു വരിയിൽ 3 വരും. അതുകൊണ്ട് 1 രൂപ നാണയക്കാരൻ മെല്ലെ അത് നീക്കി ഇങ്ങോട്ടേക്ക് വെച്ചു. ഈ നാണയം ഇങ്ങോട്ടേക്ക് നീക്കി വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു വരിയിൽ വീണ്ടും 3 വരും. അത് മനസ്സിലാക്കി ഈ നാണയക്കാരൻ ഇങ്ങോട്ടേക്ക് നീക്കി. പക്ഷേ അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു വരിയിൽ 3 വന്നിട്ടുണ്ട്. ഇത് നീക്കി ഇങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ ഇത് വെട്ടിയെടുത്തു. ഇനി 1 രൂപ നാണയക്കാരനാണ് നീക്കേണ്ടത്. അവർക്ക് ഇതുവരെ ഒരു വരിയിൽ 3 വയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. തൽക്കാലം ഇത് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു. ഈ 5 രൂപ നാണയം നീക്കി ഇങ്ങോട്ടേക്ക് വെച്ചു. അതിനുശേഷം ഈ ഒരു നാണയം വെട്ടിമാറ്റി. ഏകപക്ഷീയമായ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 രൂപ നാണയക്കാരൻ്റെ അവസരമാണ്. അവർക്ക് എവിടെയും 3 നാണയങ്ങൾ വെച്ച് എതിർക്കളിക്കാരനെ വെട്ടാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചു. കാരണം ഇത് നീക്കി ഈ ഒരു വരി കംപ്ലീറ്റ് ആകും. പക്ഷെ നിർഭാഗ്യത്തിന് ഇത് ഇങ്ങോട്ടേക്ക് നീക്കി വീണ്ടും ഇത് വെട്ടിയെടുത്തു. ഇനി 1 രൂപ നാണയക്കാരൻ്റെ കളിയാണ്. എത്ര കളിച്ചാലും ശരിയായ നീക്കം കിട്ടാത്ത അവസ്ഥയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കളിച്ചു. ഇത് വീണ്ടും ഇങ്ങോട്ട് നീക്കി ഇത് വെട്ടിയെടുത്തു. ഇനി ഇതിങ്ങനെ മാറ്റി മാറ്റി ഇവർക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ യാതൊരു നിർവാഹമില്ല. ഈ 1 രൂപ നാണയക്കാരൻ അമ്പേ പരാജയപ്പെട്ടു പോകുന്ന കളിയാണ് ഇത്.